കുവൈറ്റിൽ മരിച്ച നഴ്സുമാരായ ദമ്പതികൾക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയില്ലെന്ന് മരിച്ച സൂരജിന്റെ ബന്ധുക്കൾ 24നോട് പറഞ്ഞു. ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓസ്ട്രേലിയയിലേക്ക് ജോലി മാറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇരുവരുമെന്ന് ബന്ധുക്കൾ പറയുന്നു. പ്രശ്നമില്ലെന്ന് തന്നെയല്ല, നല്ല സ്നേഹത്തിലാണ്. നല്ലപോലെ നല്ല സ്നേഹത്തിൽ ഇരുന്ന കുടുംബമാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിള്ളേരായിരുന്നു സൂരജും ബിൻസിയും. എൻ്റെ ഒരു അനിയൻ അവിടെ ഉണ്ട്. അപ്പം പറഞ്ഞത് ഞായറാഴ്ച തിങ്കളാഴ്ചത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ അറിയിക്കും, അതിനനുസരിച്ച് ഇവിടുത്തെ ക്രമീകരണങ്ങൾ നടത്തും. ഒന്നുമില്ല, സാമ്പത്തികം യാതൊരു കുഴപ്പമില്ല, നല്ല നല്ല രീതിയിൽ കഴിയുന്നതാണ്. ഇപ്പം അവർ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഇരുന്നാണ്. പിള്ളേരും എവിടെയും കൂടെ മെഡിക്കൽ എടുത്തിട്ടുണ്ട്. മരണം നടന്നെന്നല്ലാതെ അവരെ വീടിനകത്ത് സംഭവം നടന്ന വീട്ടിൽ ഇവരെ കയറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരെ ബോഡി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇന്നലെ ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ വരെ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. പോലീസ് ക്ലിയറായിട്ടൊന്നും പറയുന്നുമില്ല അവരോട്. മരണം നടന്നെന്ന് മാത്രമേ പോലീസും ഇതോട് പറഞ്ഞിട്ടുള്ളൂ. മിക്കവാറും എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അപ്പം 9:15 വിളിച്ച് സംസാരിച്ച് നോർമലായിട്ട് സംസാരിച്ചതാണ്. അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ച് നൈറ്റ് ഡ്യൂട്ടിയാണെന്ന് തോന്നുന്നു. അത് തിരിച്ച് വന്ന വഴിക്ക് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒന്നും അറിയാവുന്ന ഒരു കുഴപ്പങ്ങളുമില്ല. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ശരിക്കും ഈ മരണത്തിൻ്റെ ദുരൂഹത ഇപ്പോഴും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും അതുതന്നെയാണ്. എന്ത് സംഭവിച്ചു, അതായത് സൂരജിനും അതോടൊപ്പം തന്നെ ജിൻസിക്കും എന്ത് സംഭവിച്ചു എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. കുവൈറ്റ് പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായ എന്തെങ്കിലും ഒരു വിവരം ഈ ബന്ധുക്കൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് സൂരജിൻ്റെ ബന്ധുക്കൾ ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. ഈ മരണ വാർത്ത മാത്രമാണ് അറിഞ്ഞത്. അത് എങ്ങനെ ഈ മരണം സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത ഇല്ല എന്നതാണ്. ഇവർ തമ്മിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കുടുംബ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈസ്റ്റർ അവധിക്ക് വരികയും ഒരാഴ്ച മുമ്പാണ് കുവൈറ്റിലേക്ക് മടങ്ങിപ്പോയത്. വളരെ സന്തോഷത്തോടെ അവധി ദിനങ്ങൾ ഈ കണ്ണൂരിലെ അവരുടെ മണ്ഡലത്തുള്ള തറവാട്ടിലായിരുന്നു ഈസ്റ്റർ ആഘോഷിച്ചത്. ബന്ധുക്കളെല്ലാം ഒത്തുചേർന്നുള്ള ആഘോഷമൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ മടങ്ങിയതാണ്. ഇരുവരും ഓസ്ട്രേലിയയിലേക്ക് ജോലി മാറാനുള്ള ഒരുക്കത്തിൽ കൂടിയായിരുന്നു. നാട്ടിലെത്തി അതിൻ്റെ നടപടി ക്രമങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് തിരിച്ച് കുവൈറ്റിലേക്ക് പോവുകയും ചെയ്തത്. പെട്ടെന്ന് ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിലാണ് ഇപ്പോഴും അവർക്കൊരു നടുക്കമുള്ളത്. കുടുംബത്തിന് അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അവരുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്. എന്തായാലും ആ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ സൂരജിൻ്റെ ചില ബന്ധുക്കൾ കുവൈറ്റിലുണ്ട്. അവർ ഇടപെട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോഴും കുവൈറ്റ് പോലീസ് കൃത്യമായ ഇതെന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വിവരവും നൽകിയിട്ടില്ല എന്നതാണ് പറയുന്നത്. ഇതുവരെ ഈ മരണം സംഭവിച്ച ഫ്ലാറ്റിലേക്ക് അവരുടെ ബന്ധുക്കൾക്കൊന്നും കയറാൻ സാധിച്ചിട്ടില്ല. പോലീസ് പൂർണ്ണമായി അത് സീൽ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. എന്തായാലും വലിയ നടുക്കത്തിലാണ് സൂരജിൻ്റെ കുടുംബമുള്ളത്. അവർക്ക് ഇതുവരെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. സൂരജിൻ്റെ മാതാവ് തങ്കമ്മയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മണ്ഡലം, നടുവിൽ പഞ്ചായത്തിലെ മണ്ഡലത്താണ് അവരുടെ തറവാട്. അവിടെ നിന്ന് ബന്ധുക്കൾ ഇപ്പോൾ ചെമ്പന്തൊട്ടിയിലെ വീട്ടിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. ഒരു അപകട മരണമെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ എല്ലാ ബന്ധുക്കളെയും ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മരണത്തിലെ ദുരൂഹത മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ അന്വേഷണം നടത്തണം. അതിന് പറ്റുന്ന ഭരണ സംവിധാനങ്ങളെല്ലാം ഇടപെട്ട് ഒരു സഹായം നൽകണം. അത് ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവണം എന്നതാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്.